സ്വാദ് തേടി ജയിലിൽ. സ്വാതന്ത്ര്യം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ കോവളം സ്വദേശിയായ ദിലീപ് ഖാന്റെ കാര്യത്തിൽ കഥ നേരെ തിരിച്ചാണ്. ജയിൽ മോചിതനായി പുറത്തിറങ്ങിയ ഇയാൾക്ക് പുറത്തെ ലോകത്തേക്കാൾ ഏറ്റവും പ്രിയം ജയിലിനുള്ളിലെ ആ ചിട്ടയായ ജീവിതമായിരുന്നു. നല്ല ഭക്ഷണം, കാര്യമായ ചികിത്സ, മാന്യമായ ജോലി, ഇതെല്ലാത്തിനുമുപരി ജയിൽ അടുക്കളയിലെ സീനിയർ മേസ്ത്രി എന്ന പദവിയും. ആ പദവിയിലേക്ക് തിരികെ എത്താൻ പുറത്തിറങ്ങിയ ഉടൻ ദിലീപ് ഖാൻ വീണ്ടും മോഷണത്തിനിറങ്ങി. ഒടുവിൽ പോലീസ് ഇയാളുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. സാധാരണക്കാർക്ക് ജയിലെന്ന് കേൾക്കുമ്പോൾ ഭയമാണെങ്കിൽ 46-കാരൻ ദിലീപ് ഖാന് ജയിലൊരു ഹോം സ്റ്റേ പോലെയാണ്. കഴിഞ്ഞ ദിവസം ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ദിലീപിന് പുറത്തെ ലോകം അത്ര കണ്ടങ്ങ് പിടിച്ചില്ല. ജയിലിലെ ആ വൃത്തിയും വെടുപ്പുമുള്ള അന്തരീക്ഷവും, സ്വാദിഷ്ടമായ ഭക്ഷണവും, അസുഖം വന്നാൽ ലഭിക്കുന്ന കൃത്യമായ ചികിത്സയും ഇയാൾക്ക് മിസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ദിലീപ് നേരെ പോയത് കോവളത്തെ ഹാർബർ റോഡിലുള്ള ബിജുവിൻ്റെ കടയിലേക്കാണ്. അവിടെ നിന്നും 40,000 രൂപയും ഒരു മൊബൈൽ ഫോണും കവർന്നു. ലക്ഷ്യം ജയിലായതുകൊണ്ട് തന്നെ അവിടെ കൊണ്ടൊന്നും ഒതുങ്ങിയിരുന്നില്ല. തൊട്ടടുത്തുള്ള ഷാനവാസിന്റെ കോഴിക്കടയിൽ നിന്നും 4,000 രൂപ കൂടി ഇയാൾ മോഷ്ടിച്ചു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസിന് പ്രതിയെ തിരിച്ചറിയാൻ അധികം സമയം വേണ്ടി വന്നില്ല. വിഴിഞ്ഞത്തും കോവളത്തുമായി ഇതിനോടകം 21ഓളം മോഷണ കേസുകളിൽ പ്രതിയായ ആ പഴയ സുപരിചിതനായ കുറ്റവാളി തന്നെയാണെന്ന് പോലീസ് ഉറപ്പിച്ചു. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പ്രതി തന്റെ ആഗ്രഹങ്ങൾ ഓരോന്നോരോന്നായി ഏറ്റുപറഞ്ഞു. തിരികെ ജയിലിൽ പോകുന്നതിന് വേണ്ടിയാണ് ഇയാൾ ഈ പരാക്രമങ്ങളെല്ലാം കാട്ടിയത്. നിലവിൽ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ചുരുക്കത്തിൽ ആഗ്രഹിച്ച പോലെ തന്നെ ദിലീപ് ഖാൻ തന്റെ പഴയ തട്ടകമായ ജയിൽ അടുക്കളയിലേക്ക് തന്നെ മടങ്ങിപ്പോയിരിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ ആഷൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.